ഈ ഒരു സെഗ്മെന്റിലാണ് നമ്മൾ 2023 ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്തത്. ആ സമയത്ത് ആരും തന്നെ ഈ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഈ 120 ലെവൽസ് നിന്ന് സ്റ്റോക്ക് അപ്സൈഡ് പൊട്ടൻഷ്യൽ 300% ആണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. ആലോചിക്കുക, ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ സ്റ്റോക്ക് 300% ഗ്രോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് തോമസ് എന്നാണ്. നമ്മൾ തിരിച്ച് മാർക്കറ്റിന് മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് ഞാൻ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താണ് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുന്നതിനേക്കാൾ മുമ്പ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. അറ്റ് ദ സെയിം ടൈം മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുമ്പോൾ ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്പെസിഫിക് സെക്ടറാണ്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ വീഡിയോ നമ്മളൊരു സ്പെസിഫിക് സ്റ്റോക്കിനെ കുറിച്ച് പറയും. അതിനകത്തുള്ള നമ്മൾ 2003 ചെയ്തിരിക്കുന്ന ഒരു റിസർച്ചിനെ കുറിച്ച് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഏറ്റവും എൻഡ് വരെ കാണും. എൻ്റെ പേര് തോമസ് എന്നാണ്. നമ്മൾ ഈ ചാനലിനകത്ത് കൂടുതലും ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ആണ് ചെയ്യുന്നത്. പോഡ്കാസ്റ്റ്, പിന്നെ സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ പല നല്ല കോണ്ടന്റ് വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. നമ്മൾ അതിനനുസരിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് NIS രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ്സ് ഫ്രീ മീറ്റിംഗ് കിട്ടും. നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്കകത്ത്, മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയ്ക്കകത്തുള്ള പ്രോസ് ആൻഡ് കോൺസ് കണ്ടുപിടിക്കാം. അതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ചേഞ്ചസ് വേണമെന്ന് മനസ്സിലാക്കാം. കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ തൊട്ട് താഴെ ഞാനൊരു വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേഴ്സണൽ വാട്സാപ്പ് ചാനലാണ്. ആ ചാനലിനകത്ത് നിങ്ങൾക്ക് ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ചാനലും ഫോളോ ചെയ്യുക. സ്ട്രൈറ്റ് അവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ഓട്ടോമൊബൈൽ സെക്ടറിനെ കുറിച്ചാണ്. ഓട്ടോമൊബൈൽ സെക്ടർ കറന്റ് ഗോ ത്രൂ ചെയ്യുന്ന പല ചാലഞ്ചസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ചാലഞ്ച് തന്നെയാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഷിഫ്റ്റ് ടു EV എന്ന് പറയുന്നത്. അതായത് ഇന്ന് കൺസ്യൂമേഴ്സ് പല രീതിയിലും കൺഫ്യൂസ്ഡ് ആണ്. ഏത് വണ്ടി മേടിക്കണം, EV വേണോ, അതോ ഹൈബ്രിഡ് വേണോ, അതോ നോർമൽ വണ്ടി വേണോ, ഡീസൽ സ്ക്രാപ്പ് ഔട്ട് ചെയ്തു, അങ്ങനെ പല വൺ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഓട്ടോമൊബൈൽ സെഗ്മെന്റിൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് വണ്ടിയാണ് ഓടിക്കുന്നത്, പെട്രോൾ ആണോ, ഡീസൽ ആണോ, EV ആണോ, EV മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ കോമന്റ് ബോക്സിൽ ഇടാം. ഇതാണ് ഫസ്റ്റ് ചാലഞ്ച് ഈ ഇൻഡസ്ട്രി ഗോ ത്രൂ ചെയ്യണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ ബാങ്കിങ്ങിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് ഓട്ടോമൊബൈലിൽ കൊടുക്കേണ്ടി വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഇനി ഗോയിങ് ഫോർവേഡ് താഴത്തേക്ക് വരാൻ പോവാണ്. അത് തന്നെയാണ് വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ചലഞ്ച് എന്ന് പറയുന്നത് താൽക്കാലികമായി ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണെന്നുള്ളതാണ്. മൂന്നെന്ന് പറയുന്നത് ലേബർ ഇഷ്യൂസ് ആണ്. ലേബർ ഇഷ്യൂസ് അക്രോസ് ഇന്ത്യ നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല. കൺസിസ്റ്റന്റ് ലേബർ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ വളരെ ചലഞ്ചിങ് ആണ് എല്ലാ കമ്പനീസിനും. ഇന്ന് മാരുതി പോലത്തെ വലിയ കമ്പനീസിന് പോലും അതൊരു ചലഞ്ചാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്. EV എന്ന് പറയുമ്പോൾ തന്നെ EV വലിയൊരു സെഗ്മെന്റ് ആയിട്ട് വരുമ്പോഴും കുറേ കോമ്പറ്റീഷൻ, മഹീന്ദ്ര പോലത്തെ കോമ്പറ്റീഷൻ മാർക്കറ്റിൽ വരുമ്പോഴും വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ EVയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളതാണ്. EVയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആയി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടെങ്കിലും പല ചാർജിങ് സ്റ്റേഷൻസ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനത്തെ പല ചാലഞ്ചസും EV സെഗ്മെന്റിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ചാലഞ്ച് ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളത് ഗ്ലോബൽ എൻട്രീസ്, ടെസ്ല അല്ലെങ്കിൽ BYD പോലത്തെ കമ്പനീസ് വളരെ കോസ്റ്റ് കുറച്ച് മാർക്കറ്റിലേക്ക് വരുമോ എന്നുള്ള ചലഞ്ചാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഇത് ഒരു അബ്സല്യൂട്ട്ലി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ ഈ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് നിങ്ങളെ ലൂർ ചെയ്യിപ്പിക്കാനും അതിന്റെ ബേസ്ഡ് ആയിട്ടൊരു കമ്മീഷൻ നമുക്ക് എടുക്കാനൊന്നും അല്ല. ഇത് നമ്മളൊരു പ്യോർലി ഒരു നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡിസ്ക്ലെയിമർ കംപ്ലീറ്റ്ലി താഴെ വായിച്ചു ചെയ്യുന്നത് മനസ്സിലാക്കി വേണം നിങ്ങളുടെ സ്വന്തം റിസർച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ എനിവേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നോർമലി എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടായിരിക്കും ഈ ഡേറ്റ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീൻ നേരെ ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഓട്ടോമൊബൈൽ സെക്ടർ മലയാളം എന്ന് മാത്രം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ദാറ്റ് വി വിൽ ബി ഏബിൾ ടു സെൻഡ് യു എവറിത്തിങ് ദാറ്റ് വി ആർ ഏബിൾ ടു ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമുക്ക് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ ഫോൾ എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾ ടൈം ഹൈ എന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ 27% ആണ് ആക്ച്വലി ഓട്ടോ സെക്ടർ ഫോൾ ആയിരിക്കുന്നത്. 27%. അത് കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് ഫോൾ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒന്ന് മാർക്കറ്റ് എക്സാജറേറ്റഡ് ആയിരുന്നു, അതിന്റെ പുറത്ത് ഓട്ടോമൊബൈൽ സെക്ടറും വളരെ എക്സാജറേറ്റഡ് ആയിട്ട് ഫോൾ ആയി. പക്ഷേ എല്ലാ സെക്ടറും ഫോൾ ചെയ്തതുകൊണ്ട് മാത്രം അവിടെ ഗ്രോത്ത് സ്റ്റോറി വരാൻ ചാൻസ് ഒന്നുമില്ല. പല സെക്ടേഴ്സും ഫോൾ ചെയ്ത് അതുപോലെ നിൽക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു സെക്ടറിൽ നമുക്ക് അങ്ങനെ തോന്നാൻ കാരണം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് ഗിവ്സ് മീ മോട്ടിവേഷൻ ടു ഡു മോർ കോണ്ടന്റ്. അറ്റ് ദ സെയിം ടൈം ദിസ് കോണ്ടന്റ് കൻ റീച്ച് മോർ പീപ്പിൾ ആസ് വെൽ. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഈ ബഡ്ജറ്റിലുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ്. അതായത് നാഷണൽ മാനുഫാക്ചറിംഗ് മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറ്റാൻ വേണ്ടി ഇന്ത്യ ഒന്നുകൂടെ പെർസ്യൂ ചെയ്യാൻ ആ ഡ്രീം പെർസ്യൂ ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റിൽ നാഷണൽ മാനുഫാക്ചറിംഗ് മിഷൻ എന്ന് പറയുന്നത് 2025 ബഡ്ജറ്റിൽ വന്നിരുന്നു. അതിനകത്ത് വൺ ഓഫ് ദ കീ സെഗ്മെന്റ്സ് എന്ന് പറയുന്നത് ഓട്ടോ സെഗ്മെന്റ് ആണ്. സ്പെസിഫിക്കലി ഈ കമ്പനീസ് ആണ്. അതുപോലെ തന്നെ PM E-Drive സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം അവർ ലോഞ്ച്
ലോഞ്ച് ചെയ്തായിരുന്നു. അത് നമ്മുടെ മറ്റേ EVയുടെ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ്ലി റേസ് ചെയ്തിട്ട് നമ്മുടെ ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ചിനനുസരിച്ച് ഇന്ത്യക്ക് പൊസിഷൻ ചെയ്യാനുള്ള ഒരു ഡ്രൈവാണ് PE ഡ്രൈവ് സ്കീം എന്ന് പറയുന്നത്. അതിനകത്ത് കൂടുതലും EV സെഗ്മെന്റിലുള്ള ഓട്ടോമൊബൈൽ സ്റ്റോക്സിന് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട്. മൂന്നെന്ന് പറയുന്നത് ഈ PM EV ബസ് സ്കീം എന്ന് പറയുന്ന ഒരു ഇതാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാറ്റിമറിക്കാൻ പോസിബിൾ ആയിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് PE ബസ് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസെന്റീവ് ആൻഡ് PLI സ്കീം നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞാൻ ആ സ്ക്രീൻ കാണിച്ചു തരാം. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് PLI പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് പറയുന്ന ഗവൺമെന്റ് സ്കീമിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് PLI ഫോർ ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കമ്പനീസ് ആണ്. ഇത് നോക്കും, നമ്മൾ 2024-2025 നോക്കുമ്പോഴത്തേക്കും വെറും 346 കോടി എന്ന് 2800 കോടിയുടെ അലൊക്കേഷനാണ് PLIയിൽ ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കോമ്പണൻസ് എന്ന് പറയുന്ന സ്പെസിഫിക് സ്റ്റോക്സിന് സ്പെസിഫിക് സെക്ടറിനെ കിട്ടിയിരിക്കണം എന്ന് പറയുമ്പോഴും ഈ ഒരു പെർട്ടിക്കുലർ ഇത് നോക്കണം. ഇത് നമ്മൾ അടുത്ത ദിവസം വേറെ കണ്ടന്റ് ആയിട്ട് ചെയ്യണമായിരിക്കും. അതുകൊണ്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ടെക്സ്റ്റൈലിന്റെ ഇത് നോക്കുമ്പോഴത്തേക്കും അലൊക്കേഷൻ നോക്കും 45 lakhs 1148 ഗ്രോത്ത് വേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഓട്ടോമൊബൈലിനെ കുറിച്ചാണ്. ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് അൺബിലീവബിൾ ആണ്. ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഓൾമോസ്റ്റ് ഒരു 10 times ഗ്രോത്ത് ആണ് നമ്മൾ ഈ ഓട്ടോമൊബൈൽ കോമ്പനി സെക്ടറിൽ കാണുന്നത്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റി, ബഡ്ജറ്റിൽ കുറേ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് ഓവറോൾ ഓട്ടോമൊബൈൽ സെക്ടറിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഡേറ്റയൊക്കെ ക്ലിയർലി കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്പെസിഫിക്കലി ഓട്ടോമൊബൈൽ സെക്ടറിൽ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിനേക്കാളും ഉപരി ഓട്ടോ ആക്സിലറി സെക്ടേഴ്സിലാണ് ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞു കിടക്കുന്നത്. ഈ ഒരു സെഗ്മെന്റിലാണ് നമ്മൾ 2023 ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്തത്. ആ സമയത്ത് ആരും തന്നെ ഈ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു, റിസർച്ച് ചെയ്തു, അതിന്റെ ഡേറ്റ പുറത്തു കൊണ്ടുവന്നു. ആ ഡേറ്റയാണ് നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ഡേറ്റ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റയ്ക്ക് വേണ്ടി കമന്റ് ചെയ്താൽ മതി. വിൽ ബി ഏബിൾ ടു സെൻഡ് അക്രോസ് ടു യു. ഇനി സംസാരിക്കുകയാണെങ്കിൽ ഇത് വളരെ ക്ലോസ് ടു ഓൾ ടൈം ഹൈ ആണ്. പക്ഷേ ദ വേ ഇറ്റ് ഇസ് വെദർഡ് ദ മാർക്കറ്റ് ഫോൾ അത് ഭയങ്കര രസകരമായിട്ട് കാണാൻ പറ്റും. ഈ സ്റ്റോക്കിന് 30% ആണ് മാർക്കറ്റ് ഷെയർ ഈ ഒരു സെഗ്മെന്റിലുള്ളത്. ഏത് സ്റ്റോക്കാണ് നമുക്ക് കാണാം. അപ്പോൾ 2023 നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത്. February 2023 ആണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഗബ്രിയൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത് ഇതിന്റെ ഷോക്ക് അബ്സർവേഴ്സ് ആണ്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫോട്ടോ കണ്ടല്ലോ, ഈ ഒരു റിപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് 106-120 റുപ്പീസിൻ്റെ ഇടയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ PE അന്ന് 18 ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇതേ സാധനങ്ങൾ, ഇതേ ഡീറ്റെയിൽസ് നമ്മുടെ ഇതേ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ തരാം. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഓട്ടോമൊബൈൽ സെക്ടറിൽ നടക്കാൻ പോകുന്ന ചേഞ്ചസും എന്തൊക്കെയാണ് PLI സ്കീംസിൽ വരാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കി, ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, എന്നിട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ. പക്ഷേ ഈ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു റെക്കമെൻഡേഷനോ ഇതൊന്നുമല്ല, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ ഒന്നുമല്ല. അത് നിങ്ങൾ നിങ്ങളുടെ റിസർച്ചിൽ മാത്രം ചെയ്യുക. ഞങ്ങൾ കണ്ടുപിടിച്ചൊരു സ്റ്റോക്കിന് ഇത്രയും സക്സസ് ഗെയിൻ ചെയ്തതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. വിച്ച് വി സ്റ്റിൽ ബിലീവ് ഹാവ്സ് ആൻ ഗുഡ് അപ്സൈഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിന്റെ ഈ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഇത് ടെക്നിക്കൽസ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ടെക്നിക്കൽ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 2023 മാർച്ച് എന്ന് പറയുന്നത് 120 ലെവൽസ് എന്ന് പറഞ്ഞു. 130 ലെവൽസിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്ക് ഈ 120 ലെവൽസ് നിന്ന് സ്റ്റോക്ക് അപ്സൈഡ് പൊട്ടൻഷ്യൽ 300% ആണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. ആലോചിക്കുക, ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ സ്റ്റോക്ക് 300% ഗ്രോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ സ്പൈറ്റ് ഓഫ് വിച്ച് വി സ്റ്റിൽ ബിലീവ് ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഐ ടെൽ യു വൈ. ഇനി നമ്മൾ ഇത് ഗബ്രിയലിന്റെ ആനുവൽ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇതാണ് അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഈ പറയുന്ന പോലെ അവരുടെ കൺസ്യൂം ചെയ്യുന്ന പ്രൈമറിലി ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഷോക്ക് അബ്സർവേഴ്സ് ആണ്. ഇത് കുറേ വേറെ പ്രൊഡക്ട്സ് ഉണ്ട്. ഷോക്ക് അബ്സർവേഴ്സിലാണ് ഇവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ടു ഫോർ 2 വീലേഴ്സ്. എന്തുകൊണ്ടാണ് 2 വീലേഴ്സ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ 2 വീലർ EV സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള കൺസ്യൂമേഴ്സിന് നിങ്ങൾ നോക്കൂ, എയ്തർ ബജാജ് ഓട്ടോ, ഹീറോ ഇലക്ട്രിക്, TVS, പിന്നെ ഓല, അറിയാലോ നമുക്ക് മാർക്കറ്റ് ലീഡേഴ്സ് ആണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, റോയൽ എൻഫീൽഡ്, ഇവരെല്ലാവരും ഈ പറയുന്ന പ്രൈമറി എല്ലാ 2 വീലർ വെഹിക്കിൾ മേക്കേഴ്സ് എല്ലാവരും ഇവരുടെ കസ്റ്റമേഴ്സ് ആണ്. മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 32% ആണ്. ഇനി വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വലിയൊരു സപ്പോർട്ട് ലെവൽ ഉള്ളതാണ് 400 ലെവൽസിൽ. ഇവിടെ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അത് ഈ ഇടയ്ക്ക് അതിന്റെ റിസൾട്ട് വന്നതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തതെന്ന് ചിലപ്പോൾ ഇതൊരു അടുത്ത ലെവലിലേക്ക് പോകാനുള്ളൊരു സ്റ്റോക്കായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ടാണ് ഗബ്രിയൽ എന്ന് പറയുന്ന സ്പെസിഫിക് സ്റ്റോക്കിലേക്ക് നമ്മൾ അറൈവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗബ്രിയൽ ആസ് ഐ സെഡ് ബിഫോർ ഇതൊരു ഓൾ ടൈം ഹൈന്റെ ക്ലോസ് ആയിട്ടാണ് വന്ന് നിൽക്കുന്നത്. എന്നും വിചാരിച്ച് ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുമില്ല. കാരണം എല്ലാ പ്രൈസിങ്ങും എല്ലാ സ്റ്റോക്കും വൺ ടൈം ഓർ ദി അതർ ഹാസ് ഓൾവേസ് കം ടു ഓൾ ടൈം ഹൈ അറ്റ് സം പോയിന്റ് ഇൻ ടൈം. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും 300% ഗ്രോ ചെയ്തൊരു സ്റ്റോക്കാണ്. ഓൾ ടൈം ഹൈന്റെ അടുത്താണ് നിൽക്കുന്നത്. എന്നാൽ തന്നെ ഒരു 15-20% അപ്സൈഡ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ്
ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോണ്ടന്റിന് വേണ്ടി നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന NISM രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ കോണ്ടന്റ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും അങ്ങനെ വേറെ പല സെക്ടറിലും കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. So thank you so much for watching this video. Until and unless we see next time, bye bye.